നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം MP ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ തൃശൂർ ജില്ലയിലെ 2024 ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ 7 ദിവസത്തെ ക്യാമ്പിന് കൊടകരയിൽ തുടക്കമായി. കൊടകര കേബിൾ വിഷനിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം MP ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് അങ്കമാലി MLA റോജി M ജോൺ സമ്മാനദാനം നിർവഹിച്ചു. MP VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും സനീഷ് കുമാർ ജോസഫ് MLA ആദരിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ്, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ ചെയർമാൻ VO പൈലപ്പൻ, KPCC അംഗം അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, T വിനയദാസ്, MC പോളച്ചൻ, TM കുഞ്ഞുമൊയ്തീൻ, K ജെയിംസ് പോൾ, വാർഡ് കൌൺസിലർ നിത പോൾ, ഡോക്ടർ ജോസ് കാട്ടുകാരൻ, K ഗിരീന്ദ്രബാബു, ലിൻസൺ നടവരമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. വനിതാ സമ്മേളനം KPCC മെമ്പർ നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. ജോർജ് D മാളിയേക്കൽ, ലൂയിസ് മേലേപ്പുറം, V രാമദാസ്, VK ഉദയൻ തുടങ്ങിയവർ 2 ദിവസം നടന്ന ജില്ലാ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ഞാൻ NGO അസോസിയേഷൻ സാമൂഹികമായി ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന മുഴുവൻ ആളുകളും NGO അസോസിയേഷന്റെ അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും പ്രവർത്തകരുമാണ്. പക്ഷെ ഇന്ന് ക്ഷമിക്കണം, NGO അസോസിയേഷന്റെ മുൻ ഭാരവാഹികൾ നിർദ്ദേശിച്ചു പറയുന്നു. മുരളി നോക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ അവരുടെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പത്തരയായപ്പോൾ എത്തിയതാണ്. എനിക്ക് അങ്കമാലിയിൽ മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന്. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ തൃശൂർ ജില്ലയിലെ 2024 ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. കല്ലേറ്റുങ്കര BVMHSൽ സ്കൂൾ ലീഡറായി തുടങ്ങിയ ജോജോ SFI, DYFI എന്നീ സംഘടനകളിലൂടെയാണ് പൊതുപ്രസ്ഥാനത്തിൽ എത്തിയത്. ഡോക്ടർ രാജൻ വർഗീസ്, ഡോക്ടർ MK രാമചന്ദ്രൻ, ജിനു ജോൺ, പ്രൊഫസർ B ഉഷ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. ജനുവരി അവസാനം ആളൂർ പഞ്ചായത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു പുരസ്കാരം വിതരണം ചെയ്യും. യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സേവ്യർ പാലാട്ടി, സെക്രട്ടറി സോണി തോമസ്, KP ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1990കളിൽ SFIയിലൂടെ പൊതുരംഗത്തെത്തുകയും DYFI അതുപോലെ ആളൂർ കാലം അദ്ദേഹം മെമ്പറായും വൈസ് പ്രസിഡന്റായും ഒക്കെ വളരെ സജീവമായിട്ട് പഞ്ചായത്തിൻ്റെ നിറസാന്നിധ്യമായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പശുക്കളുടെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്.
പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ തോടിന്റെ കരയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. 2 ദിവസം മുൻപ് വേലുപ്പാടം പുലിക്കണ്ണിയിൽ റോഡിൽ കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വനപാലകരും മലയോര കർഷക സമിതി പ്രവർത്തകരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് തോട്ടിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ കാൽപ്പാടുകൾ പുലിയുടെയോ കടുവയുടെയോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടേതെന്ന് സംശയിക്കുന്ന വലിയ ശബ്ദം തോട്ടത്തിൽ നിന്ന് കേട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഇതേ തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പുലർച്ചെ മുതൽ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെയും റീസ്റ്റാർട്ട് സ്റ്റഡീസ് സ്കിൽസ് ഗൈഡൻസ് സെന്ററിന്റെയും സ്റ്റുഡന്റ്സ് അസോസിയേഷൻ സ്വസ്തിന്റെയും ആഭിമുഖ്യത്തിൽ സ്ത്രീയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുലിപ്പാറക്കുന്ന് അംഗനവാടിയിൽ നടത്തിയ ക്ലാസിന് റീസ്റ്റാർട്ട് സ്റ്റഡീസ് സ്കിൽ ഗൈഡൻസ് സെന്റർ ഡോക്ടർ സ്നേഹ എ നേതൃത്വം നൽകി. കൊടകര മേഖലയിലെ കൌമാരക്കാരായ പെൺകുട്ടികളും സഹൃദയ കോളേജിലെ MSW വിദ്യാർത്ഥികളും പങ്കെടുത്തു. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ 7 ദിവസത്തെ ക്യാമ്പിന് കൊടകരയിൽ തുടക്കം. കൊടകര ബോയ്സ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഫിസാറ്റ് ചെയർമാൻ PR ഷിമിത് അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ S സാജൻ, ഫിസാറ്റ് പ്രിൻസിപ്പൽ V ജേക്കബ് തോമസ്, പഞ്ചായത്ത് അംഗം CDCB, ആദിത്യ അനിൽ, അക്ഷയ് സുഭാഷ് എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടന്നെടുക്കുകയാണ്. എളുപ്പമല്ലാതെ, കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. പ്ലാസ്റ്റിക്കിനെ ദോഷകരമല്ലാത്ത രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള. കാർബൺ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞതുപോലെ കാർബൺ എമിഷൻ ആദ്യമായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായിട്ട് ഇതിൻ്റെ സിങ്ക് എവിടെയൊക്കെയാണ് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നത്. കൊടകര കേബിൾ വിഷനിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കൊടകര കേബിൾ വിഷൻ ഓഫീസിൽ നടത്തിയ ആഘോഷ പരിപാടികൾ മാനേജിംഗ് ഡയറക്ടർമാരായ മധു കാവേരി, TG അജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ജീവനക്കാർക്ക് കേക്ക് വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെയും കൊടകര കേബിൾ വിഷൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം കൊടകര കേബിൾ വിഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുകയാണ്. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അതുമാതിരി തന്നെ KCV വരിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഒറ്റവാക്കിൽ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പറഞ്ഞുകൊണ്ട് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന സ്പർശം എന്ന പേരിൽ രോഗി സംഗമം നടത്തി. രോഗവും വാർദ്ധക്യവും മൂലം ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവർക്കായി ക്രിസ്മസ് അവസരത്തിൽ ഒരുക്കിയ സംഗമം വ്യത്യസ്ത അനുഭവമായി. ഫൊറോന വികാരി റവറന്റ് ഫാദർ ജെയ്സൺ കരിപ്പായി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ സിബിൻ വാഴപ്പിള്ളി സഹകാർമ്മികനായിരുന്നു. വിൻസെന്റ് ഡി പോൾ പ്രസിഡന്റ് ഷാജി കാളിയങ്കര, സെക്രട്ടറി ജോസ് മാടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ, ജോസ് മാത്യു ഊക്കൻ, വർഗീസ് തൊമ്മാന എന്നിവർ സന്നിഹിതരായിരുന്നു. തലോരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കാളൻ വീട്ടിൽ ജോസ്, യാത്രക്കാരായ മുണ്ടൂർ സ്വദേശികളായ 3 പേർക്കുമാണ് പരിക്ക്. ഇവരെ തലോർ സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഓട്ടോ ഡ്രൈവറുടെയും യാത്രക്കാരുടെയും പരിക്ക് ഗുരുതരമാണ്. ഓട്ടോയിലുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോയിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് 2 വാഹനങ്ങളും സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചുകയറി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവ 2024 തുടക്കം. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായി. CP ജോബി, തങ്കച്ചൻ പോൾ, മുരളികൃഷ്ണൻ, അമ്പിളി, ലിജോ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം MP ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ തൃശൂർ ജില്ലയിലെ 2024 ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ 7 ദിവസത്തെ ക്യാമ്പിന് കൊടകരയിൽ തുടക്കമായി. കൊടകര കേബിൾ വിഷനിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.